നമസ്കാരം. ഇന്ന് പുറത്തുവന്ന വാർത്തകളുടെ സമഗ്ര വിവരങ്ങളുമായി വാർത്താസന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. സാബുവിന്റെ മരണത്തിന് ഉത്തരം പറയേണ്ടത് ആരൊക്കെ? ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ സിപിഐഎമ്മിനെ പ്രതിക്കൂട്ടിലാക്കി മുൻ ഏരിയ സെക്രട്ടറിയുടെ ശബ്ദരേഖ. നിക്ഷേപക തുക തിരികെ ചോദിച്ച സാബുവിനോട് തനിക്ക് അടികിട്ടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് മുൻ ഏരിയ സെക്രട്ടറി VR സജിയുടെ ഭീഷണി. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് സാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. മരണം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. ഈ മാസം പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ചു തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാബേ, നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ട. നമ്മളത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹോദരനെ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് പണി മനസ്സിലാക്കി തരാം. കഴിഞ്ഞ ദിവസം സാബു ബാങ്കിലെത്തി 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാർ മോശമായി പെരുമാറിയെന്ന പരാതി പറയാൻ വിളിച്ചപ്പോഴാണ് മുൻ ബാങ്ക് പ്രസിഡന്റ് കൂടിയായിരുന്ന VR സജിയുടെ ഈ ഭീഷണി. തന്റെ ചികിത്സയ്ക്ക് പണം കിട്ടാതെ വന്നതിനൊപ്പം ഭീഷണി കൂടി നേരിട്ടതോടെ സാബു പൂർണ്ണമായും തകർന്നു. സാബു തള്ളിയില്ല, അവരിങ്ങോട്ട് തള്ളിയെന്നാ സാബു പറഞ്ഞത്. അത് കഴിഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്ന ആള്. ഭയങ്കര വിഷമത്തിൽ എന്ന് പറഞ്ഞാൽ 3 മണിയാകുമ്പോഴത്തേനും ഇവർ ഇട്ട് തന്നേക്കാന്ന് പറഞ്ഞു പൈസ കുറച്ച്. ഓപ്പറേഷന്റെ കേസാണ്. സാബു ഭയങ്കരമായിട്ട് നിരാശയിലാണ്. പൈസ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാബു പിന്നെ 3 മണിയായപ്പോഴത്തേനും വിളിച്ചു. 3 മണിയായപ്പോൾ വിളിച്ചപ്പോഴത്തേനും വേറൊരാളെ ഫോൺ എടുത്തത്. ആ പുള്ളി സാബുവിനോട് പറഞ്ഞു ഇപ്പം ഞാൻ ഒരാളുടെ കൊടുക്കാന്ന് പറഞ്ഞു. അതായത് VR സജിയുടെയിലാണ് കൊടുത്തത്. അപ്പോഴാണ് ആ ഭീഷണി സന്ദേശം വന്നത്. കേസന്വേഷണത്തിൽ സഹകരിക്കുമെന്ന് CPIM പറയുന്നുണ്ടെങ്കിലും ഭീഷണിപ്പെടുത്തിയ നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടിക്ക്. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പോലീസ് വീട്ടിലെത്തി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. മരണം കട്ടപ്പന തങ്കമണി CIമാരുടെ നേതൃത്വത്തിലുള്ള 9 അംഗ പ്രത്യേക സംഘം അന്വേഷിക്കും. കട്ടപ്പനയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കട്ടപ്പനയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ആവർത്തിക്കപ്പെടുകയാണ് സംസ്ഥാനത്തുടനീളം. അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സഹകരണ രംഗം മാറുകയാണ്. ഈ സഹകരണ മേഖലയിൽ ഐക്യം വേണമെന്ന് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയും അതേ സമയത്ത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പോലീസിനെ ഉപയോഗിച്ച് ഗുണ്ടകളെ ഉപയോഗിച്ച് ഈ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയാണ്. 24 കട്ടപ്പന. സാബു തോമസിന്റെ സംസ്കാര ചടങ്ങ് പൂർത്തിയായി. കട്ടപ്പന സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. 2 മണിയോടെയാണ് സാബുവിന്റെ മൃതദേഹം കട്ടപ്പനയിലെ വീട്ടിലെത്തിച്ചത്. വീട്ടിലെ പൊതുദർശനത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. സാബുവിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ കരട് പട്ടികയിൽ സർവത്ര പിശക്. പട്ടികയിൽ നിന്ന് അർഹരായവർ ഒഴിവായതും പേരുകളിലെ ഇരട്ടിപ്പും ചൂണ്ടിക്കാട്ടി ദുരന്തബാധിതർ മേപ്പാടി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അർഹരായ ആരും ഒഴിവാക്കപ്പെടില്ല എന്നും സർക്കാരിന്റെ ഉറപ്പ്. പുനരധിവസിപ്പിക്കേണ്ട 388 പേരുടെ കരട് പട്ടികയിലാണ് കല്ലുകടി. മുണ്ടക്കൈ 11-ാം വാർഡിൽ മാത്രം 70 പേരുകളിൽ ഇരട്ടിപ്പ്. ചൂരൽമല 10, 12 വാർഡുകളിലെ അർഹരായ പലരും പട്ടികയിലില്ലെന്ന ആക്ഷേപം. അനർഹർ പലരും ഉൾപ്പെട്ടു. വാസയോഗ്യമല്ലെന്ന് സർക്കാർ കണ്ടെത്തിയ പുഞ്ചിരിമട്ടം പ്രദേശത്തെ പലരും കരട് പട്ടികയിലില്ല. കരട് പട്ടിക തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ദുരന്തബാധിതർ ഉയർത്തിയത്. മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലെത്തിയ പ്രതിഷേധക്കാർ LSGD ജോയിന്റ് ഡയറക്ടറെ ഉപരോധിച്ചു. കരട് പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കെത്തിയതായിരുന്നു ജോയിന്റ് ഡയറക്ടർ. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. ലിസ്റ്റ് റദ്ദാക്കണമെന്ന് പ്രതിഷേധക്കാർ. ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ടതാണ്. ഇതിനകത്ത് ഒരു ജെന്യൂനിറ്റി ഇല്ല.
ഒരുപാട് ഡബിൾ എൻട്രി വന്നിട്ടുണ്ട്. സബ് കളക്ടർ ഉണ്ടാക്കിയിരിക്കുന്ന ലിസ്റ്റാണിത്. ഇതിൽ ഈ ലിസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ ആരെ വിശ്വസിച്ചിട്ടാണ് ഈ 700ഓളം കുടുംബങ്ങളിൽ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ഇവർ പറയേണ്ടത്. 1-2 അപാകതല്ല, 70ഓളം അപാകത ഒറ്റ വാർഡിന്റെ ലിസ്റ്റിലുള്ളത്. അപ്പൊ ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ട് തള്ളിക്കളയണം. തുടർന്ന് ADM സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറായത്. രാവിലെ 10 മണിയോടെ തുടങ്ങിയ പ്രതിഷേധം 4 മണിയോടെയാണ് അവസാനിപ്പിച്ചത്. പ്രതിഷേധക്കാർക്ക് ADM നൽകിയ ഉറപ്പുകൾ ഇങ്ങനെ: DDMA കൂടിയിട്ടാണ് നമ്മൾ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത് തന്നെ DDMA കൂടിയിട്ടുള്ള അതിലുള്ള അപാകതകൾ ഉടനടി പരിഹരിക്കും. വാസയോഗ്യമായ സ്ഥലം അല്ലാത്ത സ്ഥലം എന്ന് വേർതിരിച്ചിട്ടുള്ള ഒരു കാര്യം വേണമെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ആ രീതിയിൽ സർവേ ചെയ്ത് അതിൽ എത്രത്തോളം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് അതിനുള്ളൊരു ഉറപ്പ് ഞങ്ങൾ തരുന്നതായിരിക്കും. പുറത്തു വന്നത് കരട് പട്ടിക മാത്രമാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. പിശക് സംഭവിച്ചതിൽ മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ: ഈ 2 ലിസ്റ്റിനെ സംബന്ധിച്ച് പരാതികളെല്ലാം സ്വീകരിക്കും. ഇരട്ടിപ്പുണ്ടായാൽ അത് നോക്കും. ഒരാശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല. നിലവിലുള്ള ലിസ്റ്റിൽ പെടാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇരട്ടിപ്പുണ്ടായ സംഭവങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ പുതിയതായി ഉൾക്കൊള്ളേണ്ട ആളുകളുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയതാണ്. DDMA യോഗം അംഗീകരിച്ചതാണ്. അതിലുള്ള കുറവുകളാണല്ലോ ഈ ദിവസം പരിശോധിക്കുക. അത് പൂർണ്ണമായി പരിഹരിക്കും. ജില്ലാതലത്തിൽ ഏകകണ്ഠമായി അംഗീകരിച്ച പട്ടികയാണ് പുറത്തുവന്നത്. അർഹരായ ഒരാളെയും ഒഴിവാക്കില്ലെന്നും മന്ത്രി ഉറപ്പു നൽകി. 24 വയനാട്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് MT. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവർ MTയെ ആശുപത്രിയിലെത്തി കണ്ടു. ഇങ്ങനെ മറിഞ്ഞും വരുന്നുണ്ട്. ഇപ്പം ബെറ്റർ സൈനാണ്. ഇന്നലത്തെക്കാളും കുറച്ചുകൂടെ ബെറ്റർ സൈനാണ് ഇന്ന് കാണുന്നത്. അതും ഒരു അത്ഭുതം പോലെയാണ് പറഞ്ഞു. ഇന്നലെ കുറച്ച് മോശമായിരുന്നു, ഇന്ന് കുറച്ച് ബെറ്ററായിട്ട്, വളരെ അത്ഭുതകരമായിട്ട് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷിക്കാം. ഒരുപാട് നമുക്ക് വേണ്ടി നമ്മുടെ സ്വാർത്ഥത കൊണ്ട് അദ്ദേഹം ഒരുപാട് വേദന എടുക്കരുത് എന്നും ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നു വീണ്ടും സജീവമായിട്ട്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി വിവാദ യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻസ് CEO ഷുഹൈബ്. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. MS സൊല്യൂഷൻസിൽ നിന്ന് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് നീക്കം ആരംഭിച്ചതിന് പിന്നാലെയാണ് MS സൊല്യൂഷൻ CEO ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരെയും ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസിന്റെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു. ഹാർഡ് ഡിസ്ക്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയവ പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രാഥമിക പരിശോധനയിൽ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇവയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനം. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തത്. 24 കോഴിക്കോട്. തിരുവനന്തപുരം ചെങ്കലിൽ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിനിക്ക് പാമ്പുകടിയേറ്റതിൽ സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായെന്ന പ്രാഥമിക റിപ്പോർട്ട്. വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിൽ പരിശോധന നടത്തി. പാമ്പുകടിയേറ്റ നേഹിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് ചെങ്കൽ UP സ്കൂളിലെ ക്ലാസ് മുറിയിൽ വെച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് പാമ്പുകടിയേറ്റത്. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയ വിദ്യാർത്ഥിനി നേഹയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നെയ്യാറ്റിൻകര AEO സ്ഥലം സന്ദർശിച്ചു. ചെങ്കൽ UP സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഈ കാടുകളെല്ലാം ഉണ്ട്, പുറത്ത് ഈ പാമ്പിന് താമസിക്കുന്ന പോലത്തെ സ്ഥലങ്ങൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. ഇത് പിന്നെ അധിക സ്ഥലം ഈ സ്കൂളിന് കുറച്ച് കുട്ടികളാണ്, 51 കുട്ടികളെന്തോ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ ഇപ്പോൾ പാമ്പ് കടിയേറ്റത് അവർ അവർ ക്ലാസ് അല്ലാത്ത ക്ലാസ്സിലാണ് അത് ഉണ്ടായത്. റിപ്പോർട്ട് എടുക്കാം. പിന്നെ ഇത് ക്ലീൻ ആക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചില സൂചനകൾ കാണുന്നുണ്ട്. പരിശോധനാ സമയത്തും സ്കൂളും പരിസരവും കാട് മൂടിയ നിലയിലായിരുന്നു. ക്ലാസ് മുറികൾക്കും ശുചിമുറികൾക്കും വേണ്ടത്ര സുരക്ഷിതത്വം ഇല്ലെന്ന് കണ്ടെത്തി. 12 വയസ്സുകാരി നേഹയ്ക്കാണ് ഇന്നലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ പാമ്പുകടിയേറ്റത്. 24 തിരുവനന്തപുരം.
സെക്രട്ടേറിയറ്റിലെ ജലവിഭവ വകുപ്പ് വിഭാഗത്തിൽ പാമ്പ് കയറി. ഇടനാഴിയിൽ ജീവനക്കാരാണ് പാമ്പിനെ കണ്ടത്. പിടികൂടാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. കൊല്ലം ആര്യങ്കാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പാമ്പിനെ കണ്ടു. കുട്ടികളുടെ കുത്തിവയ്പ്പെടുക്കുന്ന സ്ഥലത്താണ് ഉഗ്രവിഷമുള്ള അണലിയെ കണ്ടത്. തെന്മലയിൽ നിന്നുള്ള RRT ടീമെത്തി പാമ്പിനെ പിടികൂടി. 2 മാസത്തിനിടയിൽ ഇത് 2ാം തവണയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തുന്നത്. വാർത്താസന്ധ്യ തുടരുന്നു. അല്പസമയം മുൻപ് വന്ന ഒരു അപകട വാർത്തയുടെ വിവരങ്ങളിലേക്കാണ് ഇനി. തിരുവനന്തപുരത്ത് 15-കാരനെ ഓടിച്ച ബുള്ളറ്റിടിച്ച് CRPF ജവാന് ഗുരുതര പരുക്ക്. പള്ളിപ്പുറം മുഴുത്തിരിയവട്ടത്തിന് സമീപമാണ് അപകടമുണ്ടായത്. പരുക്കേറ്റ ജവാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഈ 15-കാരൻ ബുള്ളറ്റ് ഓടിക്കുന്നു, ഈ സംഭവം എന്താണ്? ഇപ്പോൾ CRPF ജവാന്റെ ആരോഗ്യനില തൃപ്തികരമാണോ? പ്രവിധ, ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വച്ചാണ് ഈ 15-കാരൻ ഓടിച്ച ബൈക്കിടിച്ച് CRPF ജവാന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ഇരുവരും എതിർദിശയിൽ വരികയായിരുന്നു. ഈ 15-കാരൻ ഓടിച്ച ബുള്ളറ്റ് ഈ CRPF-കാരൻ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ഘട്ടത്തിൽ ആ ബൈക്കിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. ഈ അപകടത്തിൽ CRPF ജവാന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഈ CRPF ജവാനെ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ ബൈക്ക് ഓടിച്ച 15-കാരനും സാരമായ പരിക്കുണ്ട് എന്നതാണ് ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത്. ഈ 15-കാരനാണ് ഈ ബൈക്ക് ഓടിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയ നിയമലംഘനമാണ് നടന്നിട്ടുള്ളത്. നിലവിൽ ഈ സ്ഥലത്ത് പോലീസ് എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഈ പ്രധാനമായും ഈ അപകടത്തിൽ പരിക്കേറ്റ CRPF ജവാന്റെ ആരോഗ്യനിലയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളൊരു പ്രാഥമിക വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 15-കാരൻ ബുള്ളറ്റ് ഓടിച്ചത് കൊണ്ട് തന്നെ മറ്റ് നടപടികളിലേക്ക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇതിനോടകം തന്നെ കടന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും 15-കാരനും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. CRPF ജവാന്റെ നില ഗുരുതരമായി തുടരുകയാണ്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. NSSനെ വാനോളം പുകഴ്ത്തിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തെ സ്വാഗതം ചെയ്തും പ്രതിപക്ഷ നേതാവ് VD സതീശൻ NSSനോട് തനിക്ക് അകൽച്ചയില്ലെന്നും സംഘപരിവാറിനെ അകറ്റി നിർത്തുന്നതിൽ മികവ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് NSS എന്നുമാണ് പ്രതികരണം. തനിക്കെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തെ പോസിറ്റീവായി കാണുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. സാമുദായിക സംഘടനകളുടെ പിന്തുണ അരക്കിട്ടുറപ്പിക്കുകയാണ് VD സതീശൻ. ഹൈന്ദവ സംഘടനകൾക്കിടയിൽ സംഘപരിവാർ നുഴഞ്ഞുകയറുമ്പോൾ NSS സ്വീകരിച്ചത് ധീരമായ നിലപാട്. ഇന്ത്യയിലെ ഒരുപാട് ഹൈന്ദവ സംഘടനകളെ സംഘപരിവാർ വിഴുങ്ങിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് സംഘപരിവാറിനെ കയറ്റാതെ ധീരമായ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് NSSനുള്ളത്. ചെന്നിത്തലയ്ക്കുള്ള NSSന്റെ ക്ഷണം പോസിറ്റീവ്. NSS രമേശ് ചെന്നിത്തലയെ വിളിച്ചു, നല്ല കാര്യമല്ലേ? ഓരോ സംഘടനകളിൽ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമല്ലേ? ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല, ഞങ്ങൾ അവിഭാജ്യ ഘടകമാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ. വെള്ളാപ്പള്ളി നടേശനെ കടന്നാക്രമിച്ചുള്ള വിമർശനത്തെ VD സതീശൻ സ്വാഗതം ചെയ്തു. തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും. VD സതീശന്റെ വാക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വെള്ളാപ്പള്ളിയുടെ മെക്കിട്ട് കയറണം എന്തിനാ? അദ്ദേഹം എത്ര സീനിയർ ആയിട്ടുള്ള എത്ര പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാനുമായിട്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അദ്ദേഹം പറയാണ് സതീശന്റെ നാക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാനല്ല പരിശോധിക്കേണ്ടത്. എന്നെ വിമർശിക്കാൻ പാടില്ല, ഞാൻ വിമർശനത്തിന് അതീതനാണ് എന്ന് പറയാൻ പാടില്ല. ഞാൻ വിമർശിക്കുന്നതല്ലേ. അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന് കോൺഗ്രസ് ക്യാമ്പിൽ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്തിയുള്ള സതീശന്റെ കരുതലോടെയുള്ള നീക്കം. 24 കൊച്ചി. നോക്കാം ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
വാർത്താ സന്ധ്യ പൂർണ്ണമാകുന്നു.